ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ബിഹേവിയർ. ആരാണ് കൺസ്യൂമർ? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് കൺസ്യൂമേഴ്സ്. According to International Dictionary of Management, consumers are purchase of goods and services for immediate use and consumption. അതായത് ഗുഡ്സും പറഞ്ഞാൽ പെട്ടെന്നുള്ള ഉപയോഗത്തിന്, അത്യാവശ്യ ഉപയോഗത്തിന് വേണ്ടി വാങ്ങുന്നവരാണ് കൺസ്യൂമേഴ്സ്. Thus, consumers are ultimate user of a product. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുകളാണ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ കീ ടു ഓർഗനൈസേഷൻ സക്സസ്. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ്, വോൺസ്, ടേസ്റ്റ് എല്ലാം മനസ്സിലാക്കി അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. ഇനി എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ സ്റ്റഡി ഓഫ് വൈ പീപ്പിൾ ബൈ. എന്തിനാണ് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ളൊരു സ്റ്റഡി. എന്താ ആവശ്യമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അതിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് വെർ ബൈ ഇൻഡിവിജ്വൽ ഡിസൈഡ് വാട്ട്, വെൻ, വേർ, ഹൗ ആൻഡ് ഫ്രം ഹൂം ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് എപ്പോൾ വാങ്ങുന്നു, എന്ത് വാങ്ങുന്നു, എങ്ങനെ വാങ്ങുന്നു, ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. കൺസ്യൂമർ ബിഹേവിയർ മീൻസ് പ്രോസസ് ആസ് ഓഫ് ഹൗ കൺസ്യൂമേഴ്സ് മേക്ക് ദെയർ, അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി പർച്ചേസ് ചെയ്യാൻ എടുക്കുന്ന ഡിസിഷനാണ് ഇത്. ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ബയ്യർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ ഇൻവോൾവ് ദ ബിഹേവിയർ ഓഫ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അതായത് ഇൻഡിവിജ്വൽസ്, നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക, അത് ഉപയോഗിക്കുക. ബട്ട് ബയ്യർ ബിഹേവിയർ ഇൻവോൾവ് ദ ബിഹേവിയർ ഓഫ് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് ഓർ ഓർഗനൈസേഷണൽ ബയ്യേഴ്സ്. അതായത് ബയ്യർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡസ്ട്രി ആവശ്യത്തിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ട് അവരതിന് പ്രോഫിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ അവരത് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു പ്രോഫിറ്റ് എടുക്കാനും ആ രീതിയിലാണ് ബയ്യർ ബിഹേവിയർ. ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് കൺസംഷൻ ബിഹേവിയർ. The two terms consumer behavior and consumption behavior are different. Consumer behavior is a micro concept. Consumption behavior is a macro concept. Consumer behavior study the behavior of a single consumer. അതായത് ഒറ്റ കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ ബിഹേവിയറിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കൺസംഷൻ ബിഹേവിയർ ആണെങ്കിലോ സ്റ്റഡി ഓഫ് സച്ച് ബിഹേവിയർ ഇൻ അഗ്രിഗേറ്റ്. അതായത് ഒരു കൂട്ടം ആൾക്കാരുടെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു കണക്കെടുക്കുക, അതിൻ്റെ ആ ഒരു സ്വഭാവത്തിനെയാണ് കൺസംഷൻ ബിഹേവിയറിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് വി സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് എ ടീനേജർ നെയിം ഗോപാൽ, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഗോപാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സ്വഭാവമാണെങ്കിൽ അതെന്താണ്? കൺസ്യൂമർ ബിഹേവിയർ. ഇൻ കോൺട്രാസ്റ്റ്, വെൻ വി കണ്ടക്ട് എ സ്റ്റഡി ഓഫ് അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ഓൾ ടീനേജേഴ്സ്, എന്നാൽ മൊത്തത്തിലുള്ളൊരു ടീനേജേഴ്സിൻ്റെ സ്വഭാവത്തിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് എന്ത് പറയുന്നത്? കൺസംഷൻ ബിഹേവിയർ. അതാണ് എക്സാമ്പിൾ വരുന്നത്. ബയ്യിങ് ഡിസിഷൻ പ്രോസസ്. ഫസ്റ്റ് വൺ, റെക്കഗ്നിഷൻ ഓഫ് ആൻ അൺസാറ്റിസ്ഫൈഡ് നീഡ് അല്ലെങ്കിൽ പ്രോബ്ലം റെക്കഗ്നിഷൻ. എവറി ഇൻഡിവിജ്വൽ ഹാസ് നീഡ്സ്. ഇൻ ഫാക്ട് ഓൾ ബയ്യിങ് ഡിസിഷൻ സ്റ്റാർട്ട് വിത്ത് നീഡ് റെക്കഗ്നിഷൻ. അതായത് നമുക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിലാണ് നമ്മളത് വാങ്ങുന്നത്, അല്ലേ? നീഡ് പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിലാണ് നമ്മളത് വാങ്ങുന്നത്. പീപ്പിൾ ഓൾവേസ് സീക്ക് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കത് വാങ്ങാനായിട്ടും പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്. സപ്പോസ് ഓൾ ഫ്രണ്ട്സ് ഓഫ് രാജു ഹാവ് എ കാർ. ഹി ഹാസ് നോ കാർ. സ്ലോലി ദ ഡിസയർ ഹാവ് ടു കാർ ഡെവലപ്പ് വിത്ത് ഹിം. ദ ഡിസയർ ബിക്കം എ നീഡ്. ദിസ് നീഡ് ടേൺ ഇൻ ടു വാണ്ട്സ് ആൻഡ് ദെൻ ഇൻ ടു മോട്ടീവ്. അതിപ്പോൾ രാജുവിൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കാറുണ്ട്. അപ്പോൾ രാജുവിന് ഒരു ആഗ്രഹം വരും കാറ് വാങ്ങിക്കണമെന്ന്. അങ്ങനെ അവൻ്റെ അത് ഡെവലപ്പ് ചെയ്ത് അതൊരു ആഗ്രഹമാവും, അതിനെ അതൊരു ലക്ഷ്യമാവും. അങ്ങനെയാണ് അത് ഓരോ നീഡ്സും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ആഫ്റ്റർ റെക്കഗ്നൈസിങ് നീഡ്സ് ഓർ വാണ്ട്, കൺസ്യൂമർ സെർച്ച് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ഇതിൻ്റെ സാധനം നമുക്കൊരു കാറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നോ ആ കാറ് ഉപയോഗിച്ച ആളുകളുടെ അടുത്ത്, നമുക്ക് പരിചയമുള്ളവരുടെ അടുത്ത് ചോദിക്കും, ഇത് എങ്ങനെയുണ്ട്, നല്ലതാണോ, നല്ല മൈലേജ് കിട്ടുന്നുണ്ടോ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കംഫർട്ടാണോ, ഇതൊക്കെ അന്വേഷിക്കും, അല്ലേ? അപ്പം അതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആഡ് കാണും, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഷോറൂമിൽ പോയി അന്വേഷിക്കും. അതൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. ബൈ കളക്ടിങ് ഇൻഫർമേഷൻ ഡ്യൂറിങ് ദ സെക്കൻഡ് സ്റ്റേജ്, ഇൻഡിവിജ്വൽ കം ടു നോ അബൌട്ട് ദ ബ്രാൻഡ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർ അന്വേഷിക്കുന്നു. പ്രൈസ്, മൈലേജ്, അട്രാക്റ്റീവ്നെസ് ആൻഡ് സെയിൽ സർവീസ്, കളർ, എക്സെട്ര. കിട്ടിയ
ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും ബെറ്റർ ആയത് എന്താണോ അത് തിരഞ്ഞെടുക്കുക. പർച്ചേസ് ഡിസിഷൻ. ഫൈനലി consumers arrive at the purchase decision. Purchase decision can be one of the three, namely no buying, buying later and buying now. If you decide to buy now, it will decide to shop to buy it from. അതായത് ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുക. അതായത് ഒന്നും വാങ്ങില്ല, വാങ്ങണോ വേണ്ടോ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒന്നും വാങ്ങില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വാങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ ആ ഒരു ഡിസിഷനിലേക്ക് അവർ എത്തിച്ചേരുന്നു. After deciding this, he will go to the shop chosen and buy the product of brand chosen. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ കടയിൽ പോവുക, അവരെന്താണോ ചൂസ് ചെയ്തത് ആ സാധനം വാങ്ങുന്നു. അതാണ് ബൈയിങ് ഡിസിഷൻ, ബൈ ചെയ്യാനുള്ളൊരു ഡിസിഷൻ. നെക്സ്റ്റ് വൺ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, അത് പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ളത്. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ റെഫേഴ്സ് ടു ബിഹേവിയർ ഓഫ് എ കൺസ്യൂമർ ആഫ്റ്റർ പർച്ചേസിങ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്വഭാവം. After the consumer has actually purchased the product or brand, he will satisfied or dissatisfied. അത് നമ്മൾ പർച്ചേസ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് വരില്ല, നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. This satisfaction or dissatisfaction will result in certain consequences. He recommended the brand to his friends and relatives. അതായത് അവർക്ക് ഇഷ്ടപ്പെടുകയാണ്. ഇപ്പം നമുക്ക് തന്നെ ഒരു സാധനം ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ നന്നായിട്ടുണ്ട്, ഇത് നിങ്ങൾ വാങ്ങിച്ച് നോക്കുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്യും. എന്നാൽ തിരിച്ചാണ് അനുഭവമെങ്കിലോ നമുക്കത് നമ്മൾ ഉപയോഗിച്ചിട്ട് അത് നല്ലതല്ല എങ്കിൽ നമ്മൾ പരിചയമുള്ളവരടുത്തും കൂടി പറയും, അതിൽ പോയി പെടല്ലേ, ഇനി അത് വാങ്ങിക്കല്ലേ പറയും. അതിനെയാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത്. A marketer therefore understands the correct buying process for his customers and decided on marketing activities accordingly. Otherwise, product will fail in the market. അതൊരു മാർക്കറ്റർ കറക്റ്റായിട്ട് അവരുടെ ബയ്യിങ് പ്രോസസ്സ്, കസ്റ്റമേഴ്സിൻ്റെ ബയ്യിങ് പ്രോസസ്സ് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫെയിലാവാൻ സാധ്യതയുണ്ട്. ഇനി റോൾ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ബയ്യിങ് ഡിസിഷൻ. ഓരോ ആളുകളുടെയും റോൾ എന്തൊക്കെയാണ് ബയ്യിങ് ഡിസിഷനിൽ? ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ ഹു ഫസ്റ്റ് സജസ്റ്റ് ദ ഐഡിയ ഓഫ് ബൈയിങ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങാം എന്ന് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾ, ആ ഒരു സജഷൻ കൊടുക്കുന്ന ആളാണ് ഇനീഷ്യേറ്റർ. ദ ഇനീഷ്യേറ്റർ കുഡ് ബി എനിവൺ സച്ച് ആസ് എ ഫാമിലി മെമ്പർ, ഫ്രണ്ട് ഓർ co-worker who recognizes a problem or opportunity that can be addressed through a purchase. അതായത് ആരും ആവാം, അത് ഫ്രണ്ട് ആവാം, ഫാമിലി മെമ്പർ ആവാം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരാവാം. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു എന്ത് ആവശ്യമുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് സജസ്റ്റ് ചെയ്യുക, ഐഡിയ സജസ്റ്റ് ചെയ്യുക, അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സജഷൻ കൊടുക്കുക, അതാണ് അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇൻഫ്ലുവൻസർ. എ പേഴ്സൺ ഹൂസ് അഡ്വൈസ് വ്യൂസ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ. ഒരു ഡിസിഷന് വേണ്ടിയിട്ട് അഡ്വൈസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ദ ഇൻഫ്ലുവൻസ് ഇസ് എ പേഴ്സൺ ഹൂസ് ഒപ്പീനിയൻ, റെക്കമെൻഡേഷൻ, അഡ്വൈസ് സിഗ്നിഫിക്കലി ഇമ്പാക്ട് ദ ബൈയിങ് ഡിസിഷൻ. ആ ബൈയിങ് ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം നൽകുക. അതും ഈ പറഞ്ഞ മാതിരി ഫ്രണ്ട്സ് ആവാം, കൊളീഗ്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം. അടുത്ത ഡിസൈഡർ. എ പേഴ്സൺ ഹു ഡിസൈഡഡ് ഓൺ എനി കോമ്പണൻറ്റ് ഓഫ് ദ ബൈയിങ് ഡിസിഷൻ. ഡിസൈഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫൈനലി ഒരു സാധനം വാങ്ങിക്കാൻ തീരുമാനമെടുക്കുന്ന ആൾ. ദ ഡിസൈഡർ ഈസ് എൻ ഇൻഡിവിജ്വൽ ഹു ഹാസ് ദ ഫൈനൽ സേ ഇൻ ദ ബൈയിങ് ഡിസിഷൻ. ബൈയിങ് ഡിസിഷനിൽ ഫൈനലായിട്ട് വാങ്ങാം എന്ന് പറയുന്ന ആളാണ് ഡിസൈഡർ, തീരുമാനിക്കുന്നത്. He or she is responsible for choosing what to buy and how to buy it. അതായത് ചൂസ് ചെയ്യണം, എങ്ങനെ വാങ്ങിക്കണം, അതിനൊക്കെ ഫുൾ റെസ്പോൺസിബിൾ അവരായിരിക്കും. നെക്സ്റ്റ് വൺ ബയ്യർ. ദ പേഴ്സൺ ഹു മേക്ക് ദ ആക്ച്വൽ പർച്ചേസ്. ആരാണോ ആക്ച്വലായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അവരാണ് ബയ്യർ എന്ന് പറയുന്നത്. ബയ്യർ ഇസ് ദ പേഴ്സൺ ഹു മേക്ക് ദ ആക്ച്വൽ പർച്ചേസ്. ദ ബയ്യർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിംഗ് ദ ട്രാൻസാക്ഷൻ ആൻഡ് സെലക്ടിംഗ് ദ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഫ്രം ദ ഓപ്ഷൻസ് അവൈലബിൾ. ആ ഓപ്ഷൻസിൽ നിന്നും ഓരോന്നും അനലൈസ് ചെയ്തിട്ട് അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അവരുടെ പ്രൈമറി കൺസിഡറേഷൻ എന്തൊക്കെയായിരിക്കും? പ്രൈസ്, അവൈലബിലിറ്റി, കൺവീനിയൻസ്, കസ്റ്റമർ സർവീസ്, ഇതെല്ലാം കൂടി ആലോചിച്ചിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. യൂസർ. ദ പേഴ്സൺ ഹു കൺസ്യൂം ഓർ യൂസസ് ദ ആക്ച്വൽ പ്രൊഡക്റ്റ്. ആക്ച്വൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് യൂസേഴ്സ്. Their satisfaction and experience with the product directly impact future purchase and brand loyalty. അതായത് അവരുടെ സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും ആണ് ആ ഒരു പ്രൊഡക്റ്റിന് ഇനി
വീണ്ടും അവർ വാങ്ങിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. The user's feedback and recommendation can also influence others, the buying unit, or serve as testimonial for potential customers. യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ അനുസരിച്ചിട്ട് അവർ സ്ഥിരമായിട്ടുള്ളൊരു കസ്റ്റമർ ആവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചേർന്നിട്ട് അവരെ കൂടി കൊണ്ട് വാങ്ങിപ്പിക്കാനോ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, റോൾ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ മാർക്കറ്റിംഗ്. കൺസ്യൂമർ ബിഹേവിയറിൻ്റെ റോൾ എന്തൊക്കെയാണ് മാർക്കറ്റിംഗിൽ നിന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമേഴ്സ് വെൽ. കൺസ്യൂമറിനെ നന്നായി മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ. ഒരു കൺസ്യൂമർ ബിഹേവിയർ ഏതൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ദ മാർക്കറ്റർ ടു ഡിസൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ടു അച്ചീവ് മാർക്കറ്റിംഗ് ഗോൾ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഗോള് എളുപ്പം അച്ചീവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് ആസ് വെൽ ആസ് ടു റീറ്റെയിൻ കൺസ്യൂമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും അവരെ നിലനിർത്തി കൊണ്ടുപോകാനും ഇത് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ പ്രെഡിക്റ്റിംഗ് ദ മാർക്കറ്റ് ട്രെൻഡ്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ് അത് ഇതിനനുസരിച്ച് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് എനേബിൾ ദ മാർക്കറ്റർ ടു ഡെവലപ്പ് എ ന്യൂ പ്രൊഡക്റ്റ്. മാർക്കറ്ററിനെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു.